ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് LDCയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തിനായിരുന്നു എക്സാം. 27, അതായത് ഇന്നലെ ആയിരുന്നു എക്സാം നടന്നിരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, എഴുതിയവരോട് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് 94/24 ആണ്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും നോക്കുക. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3 2, 4, 1, 3 എന്നുള്ള ക്രമത്തിലാണ് നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി, അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 4. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 3 മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി, 1, 3, 4. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അഗുൾഹാസ് പ്രവാഹം. ഈ ചോദ്യം ഒന്ന് ഓർത്തു വെച്ചോളൂ, ഇനി വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1, 4. 10ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, NW3. ഇത് പിന്നെ പ്രീവിയസ് ഇയർ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സൗദി അറേബ്യ. ഇതേ ചോദ്യം തന്നെ ഒരു വട്ടം കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. 14ാമത്തെ ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 ബി, 2 എ, 3 സി, 4 ടി. 15ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2, 4, 1, 3. അപ്പോൾ എല്ലാവരുടെയും വർഷങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആവർത്തിക്കുന്നത്. 17ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ബി, 2 സി, 3 ഡി, 4 എ. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി.
20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. 1, 3 ശരി. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. 1ഉം 2ഉം ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. 1, 2, 4 ശരി. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി. 1 ശരി. അതായത് മാൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തെ പ്രസിഡന്റാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. സ്നേഹ സ്വാതന്ത്ര്യം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ശരി. എൻഡോസൾഫാൻ ഇരകൾക്കുള്ളതാണ്. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരി. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. 1ഉം 3ഉം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. 1ഉം 2ഉം ശരി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ. ശ്രീ എം ഷാജ്. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. 1ഉം 3ഉം ശരി. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ടെൻഡൻ. ഇത് SCRTയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണെന്ന് തോന്നുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്? ആൻസർ ഓപ്ഷൻ സി. കമ്മ്യൂണിറ്റി റിസർവുകൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണത്. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്കുള്ള ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമ്മോണിയ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. കരൾ. 37ന്റെ ആൻസർ ഓപ്ഷൻ ബി. കരളാണ്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. അക്രോമെഗാലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലൂടെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. മിഠായി. 2024 ലോക പരിസ്ഥിതി ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിച്ചു എന്ന് പറഞ്ഞല്ലേ. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി. സൗദി അറേബ്യ. 1m ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 2 ജൂൾ ആയിരിക്കും. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ. 0 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി
പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആദിത്യ L1. രാജദ്രാവകം അക്വ റീജിയ എന്നാൽ എന്താണ് എന്നുള്ളതാണ് SCRTയിലെ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ സി സാഞ്ചി. സയൻസിലെ ചോദ്യങ്ങൾ അത്യാവശ്യം എളുപ്പമുള്ളതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. 49ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? ആൻസർ ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. 51ാമത്തെ ചോദ്യത്തിലേക്കാണ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്ത നേടിയത്? ആൻസർ ഓപ്ഷൻ സി സർക്കസ്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ കുഞ്ഞനന്തൻ നായർ. ഇവിടെ എഴുതി തന്നിട്ടുള്ള വരികൾ ഏത് കൃതിയിലെ ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ് മുഹിയുദ്ദീൻ മാല. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചന? ആൻസർ ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. മൺസൂൺ ക്രോപ്പ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി കേരള വന ഗവേഷണ കേന്ദ്രം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ജിഗാബൈറ്റ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ഇവ ശരിയാണ്. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ക്യാൻ. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ടെലഗ്രാം. ഇതൊക്കെ എളുപ്പമാണ്. ഡീപ് ഫേക്ക് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏത്? ആൻസർ ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങൾ. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. 68 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം അതായത് പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2012. ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ രേഖ ശർമ്മ. മാത്സ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഞാൻ ആൻസർ മാത്രം വായിച്ചു പോവാം. ഞാൻ നോക്കിയിട്ടില്ല. 71ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 72ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് രണ്ടും എളുപ്പമാണെന്ന് തോന്നുന്നു. 73ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 74ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മാത്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. 75ന്റെ ആൻസർ ഓപ്ഷൻ സി. 76ന്റെ ആൻസർ ഓപ്ഷൻ സി. 77ന്റെ ആൻസർ ഓപ്ഷൻ ബി. 78ന്റെ ആൻസർ ഓപ്ഷൻ ഡി.
79ന്റെ ആൻസർ ഓപ്ഷൻ എ. 80ന്റെ ആൻസർ ഓപ്ഷൻ ബി. ഇംഗ്ലീഷ് ആണ്. 81ന്റെ ആൻസർ ഓപ്ഷൻ എ. 82ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 83ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 84ന്റെ ആൻസർ ഓപ്ഷൻ സി. 85ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 86ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 87ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 87ന്റെ ആൻസർ ഓപ്ഷൻ സി. 88ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സി അല്ല. 88ന്റെ ആൻസർ ഓപ്ഷൻ എ. 89ന്റെ ആൻസർ ഓപ്ഷൻ സി. 90ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഇനി മലയാളം. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ എ, സന്തതി ഇല്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ചുരുക്കി പറയുക. പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി, പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, അണയ്ക്കുക. തീ അണയ്ക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്രൗണി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആൻസർ ഓപ്ഷൻ സി, ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വിശ്വസ്തൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ എക്സാം എഴുതിയവർ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ള കാര്യം പറയുക. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കൂടി കമൻ്റ് ആയിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.